ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ ട്രെയിലർ കണ്ടപ്പം ലൂപ്പാണെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ഡയറക്ടർ പറഞ്ഞു ലൂപ്പോ കാര്യങ്ങളൊന്നും അല്ല, ഇത് വേറെ പരിപാടിയാണെന്ന് പറഞ്ഞ് അങ്ങ് കയറിയതാണ്. അതെന്തും ആട്ടെ, എന്തായാലും ഒരു കാര്യം ഉറപ്പായിരുന്നു, മമ്മൂക്ക ഞെട്ടിച്ച് കളയും. സിനിമ കണ്ടു കഴിഞ്ഞപ്പം അത് തന്നെയാണ് ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സിനിമയുടെ ഒരു എക്സൈറ്റിംഗ് സംഭവം തന്നെയാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്തെന്ന് പറയാം. പടം ഈസ് വേറെ ലെവൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ എൻജോയ് ചെയ്ത് കണ്ടു. എനിക്ക് തോന്നുന്നു ആകെ 3-4 ക്യാരക്ടറെ മാക്സിമം വരുന്നുള്ളൂ. അങ്ങനെ ഒരു സിനിമ നമ്മളെ മുഴുവൻ പിടിച്ചിരുത്താൻ പറ്റുക എന്ന് പറയുന്നത് കുറച്ച് പരിപാടി കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്. പിന്നെ പറയാനുള്ളത് ആ സെറ്റാണ്. ആ സെറ്റ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് ഗംഭീര സാധനമാണ്. നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഞങ്ങളൊരു സ്ഥലം ഉണ്ടായിട്ട് ചെയ്തതാണെങ്കിൽ പോലും എന്തായാലും ആ ഒരു ഫീൽ ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ മമ്മൂക്കയുടെ ആ ഒരു അപ്പിയറൻസ് ഉണ്ടല്ലോ, അതാരാണ് ചെയ്തതെന്ന് അറിയില്ല. ആ ഒരു സ്മൈല് തന്നെ നമുക്കൊരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ശരിക്കും ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു അപ്പിയറൻസിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അർജുൻ അശോകൻ്റെ ക്യാരക്ടറൊക്കെ നല്ല രീതിയിൽ പണിയെടുത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗംഭീര ആക്ടർ തന്നെയാണ്. അത് വീണ്ടും ഓരോ സിനിമയിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഇത്തരം ക്യാരക്ടറുകൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അങ്ങോട്ട് ചെല്ലുന്ന അതേപോലെ തന്നെ മമ്മൂക്കയും അതുപോലത്തെ ക്യാരക്ടറുകൾ തപ്പി ചെല്ലുന്നു എന്ന് പറയുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും വേറെ ഒന്നും പറയാനില്ല, പടം പൊളിച്ചിട്ടുണ്ട്. ഇത്തരം സിനിമകളൊക്കെ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണേണ്ടതാണ്.